ആ ആ പ്രതീക്ഷിക്കണ വരവായില്ല. നിന്റെ നാട് കാണാൻ കുറെ നാടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴൊന്ന് പറ്റിയത് തന്റെ സ്വഭാവം മാറിയിട്ടില്ലല്ലേ? ഇപ്പഴൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല. അമ്മേനെ പോയി കാണാം. ഓക്കെ. ഇതിന് ഞാൻ അമ്പലക്കുളം ഗംഭീര സ്ഥലടാ. തന്നെ കണ്ടാ പേടിയില്ല. താൻ കുണ്ട ലുക്കായിട്ട് നല്ല ഗംഭീര അമ്പലക്കിന്റെ കണ്ട പേടിയോടെ തന്നെ കഴിഞ്ഞാല്. വിഷ്ണു ആ ഇതെന്റെ കൂടെ ഗൾഫിൽ ജോലി ചെയ്യണതാ. എവിടെ നാട്? എറണാകുളം. ഞാനേ എന്നിട്ട് രണ്ടു വീട് അപ്പുറമുള്ളതാ. വിഷ്ണു നീ രാഘവേട്ടൻ മരിച്ചറിഞ്ഞില്ലേ? ആ ഞാൻ അങ്ങോട്ട് പോയിണ്ടായിരുന്നു. അതെ. ആ എന്താലേ 10-45 വയസ്സാകുമ്പോഴേക്കും മരിച്ചു പോവാന്ന് പറഞ്ഞ കഷ്ടല്ലേ? ആ ചേച്ചി കൃത്യനിഷ്ഠ ചെയ്താണെങ്കിലേ പെട്ടെന്ന് മരിച്ചു പോവും. ആ കൃത്യനിഷ്ഠയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്റെ കെട്ടിയവന്റെ കാര്യം ഓർമ്മ വന്നത്. കേട്ട സഹോദര, എന്റെ ഭർത്താവിനെ ഭയങ്കര കൃത്യനിഷ്ഠയാ. എന്റെ ഭർത്താവേ രാവിലെ 5 മണിക്ക് എണീക്കും, എന്നും എക്സസൈസ് ചെയ്യും, അടുക്കളയിൽ സഹായിക്കും, അലക്കും, അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കില്ല, മദ്യപിക്കില്ല, കറങ്ങി നടക്കുന്ന ശീലമില്ല, രാത്രി 9 മണിക്ക് തന്നെ കിടന്നുറങ്ങും. ഇത്ര നല്ല ഭർത്താവിനെ എവിടെയാ കിട്ടുക? പോട്ടെ വിഷ്ണു, പോട്ടേടാ. ശരിയാ ചേ, ഇത്ര നല്ല ഭർത്താവിനെ ചേച്ചി കിട്ടിയിട്ട് ഭാഗ്യട്ടാ. എന്റെ പെങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഭർത്താവിനെ കിട്ടാ. അതേ ആ പോയ പെണ്ണുമ്മളെ പറഞ്ഞിട്ടേ കണ്ണു കള്ളണ്ട. ആ പെണ്ണുമ്മളെ ഭർത്താവേ സെൻട്രൽ ജയിലില്ല.